ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഞാനിത് ചെയ്യുന്നതിൻ്റെ കാര്യം കുറച്ച് തിരക്കുണ്ട്. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ എനിക്ക് പോകാൻ. മറ്റന്നാൾ ഞാൻ തിരിച്ചു പോവാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേയേറെ തിരക്കുണ്ട്. ആ തിരക്കുകളുടെ നടുവിൽ നിന്നാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് കൂടുതലായിട്ട് ആക്റ്റീവ് ആവാൻ പറ്റാതെ. എങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ രാവിലെ എൻ്റെ പോസ്റ്റ് മാർക്കറ്റ് കണ്ടവർക്കും രാവിലെ എൻ്റെ വോയിസ് കേട്ടവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ വളരെയധികം കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ട. ഓക്കെ, നിങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ്, നമ്മുടെ ഈ ഗ്രൂപ്പ് കൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഈ ഗ്രൂപ്പ് കൊണ്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം അങ്ങനെ കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഗ്രൂപ്പിനൊരു ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉപേക്ഷ വിചാരിക്കാതെ അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്നലെ ഞാൻ എന്താണ് പറഞ്ഞത്, ഇന്നലത്തെ ക്യാപ്ഷൻ തന്നെ ഞാൻ എന്തിനാണ് ഇന്നത്തെ ക്യാപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ ഓൾറെഡി ചിരിക്കുന്നുണ്ടായിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഈ വ്യത്യസ്തമായ ക്യാപ്ഷൻ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഇത് തങ്ങി നിൽക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം എന്തെങ്കിലും ഒരു ഉപമ ചേർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ കാര്യങ്ങൾ തങ്ങി നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആ കാര്യം, ആ സിനാരിയോയായിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റിൽ എന്തെങ്കിലും നടക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ആ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പലതിനെയും ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ കഥാരൂപേണ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്യാപ്ഷൻസ് മുഖേന പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്, നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ? ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞത് ആശ്വാസ റാലി എന്ന് ക്യാപ്ഷൻ എഴുതി. അപ്പോൾ ആശ്വാസ റാലി എന്ന് ചോദിച്ചതിന് അർത്ഥം എനിക്കത്ര സുഖമായിട്ട് അത് തോന്നിയില്ല. അപ്പം ഇന്നലെ എന്നോട് പലരും ചോദിച്ചു, നമ്മുടെ സീനിയേഴ്സിലുള്ള ആൾക്കാർ പലരും ചോദിച്ചു, സാർ എന്തുകൊണ്ട് ഡേ ക്യാൻഡിലിൽ ഉള്ള കാര്യം പറഞ്ഞില്ല? ഡേ ക്യാൻഡിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു ബുള്ളിഷ് അല്ലേ, അപ്പോൾ എന്തുകൊണ്ട് സാർ അത് ഒന്ന് പറഞ്ഞില്ല എന്ന് ചോദിച്ചു. കാരണം ഞാൻ പറയുന്നൊരു കാര്യം, ഞാൻ ഡേ ചാർട്ട് കാണിച്ചിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചാർട്ട് നോക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബുള്ളിഷ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആ ചാർട്ട് നോക്കി, ആസ് പെർ ആ ചാർട്ട് നോക്കി നമുക്ക് ഞാൻ എന്തെങ്കിലും ഒരു കമൻറ്റ് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബുള്ളിഷ് എന്നല്ലാതെ വേറൊരു കാര്യം ആസ് പെർ ചാർട്ട് പ്രകാരം എനിക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? പക്ഷേങ്കിൽ എനിക്ക് ആ ഒരു ബുള്ളിഷ് ക്യാൻഡിലിനോട് അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, അപ്പം അത് എന്തോ ഒരു നമ്മളെ പെടുത്താൻ വേണ്ടിയുള്ള ഒരു ക്യാൻഡിലാണോ എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡേ ക്യാൻഡിലിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ചേട്ടൻ എന്നും അല്ലെങ്കിൽ സാറിനെന്നും എന്താണ് ഇങ്ങനെ ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് അങ്ങനെ നിൽക്കുന്നതെന്നാണ് ചോദിച്ചു. ഞാൻ പറയാൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മാർക്കറ്റിൽ നമ്മൾ വളർന്നു വരുന്നൊരു എക്കണോമിയാണ്. ഓക്കെ, അപ്പം മാർക്കറ്റിൽ മറ്റുള്ള അമേരിക്കയോടല്ല മറ്റുള്ള രാജ്യങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും പറയുകയാണ്, പടവെട്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വേണം. ഇപ്പോൾ ചൈന അമേരിക്കയോട് പടവെട്ടി നിൽക്കുന്നു, കാരണം അവരെ വെട്ടാൻ തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചൈനയുടെ കയ്യിലുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് റെയർ എർത്ത് മിനറൽസ് അവർക്ക് മാത്രമായിട്ടുള്ള കുത്തക അവകാശമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് വെച്ച് അവർക്ക് അമേരിക്കയോട് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയ താരിഫ് 90% 100% താരിഫ് അടിച്ചിട്ടും അവർ കുലുങ്ങാതെ നിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ റെയർ എർത്ത് മിനറൽസ് അവർക്ക് സ്വന്തമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റെയർ എർത്ത് ഉള്ളത് ചൈനയിലാണ്. അപ്പോൾ അവരത് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചിപ്പ് മാനുഫാക്ചറിങ്ങും പ്രശ്നങ്ങളും, വണ്ടിയുടെ പാർട്സ്, അതിനൊക്കെ ചിപ്പൊക്കെ ഉണ്ടാക്കുന്നതിനതിൽ സെമി കണ്ടക്ടേഴ്സിന് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള പിടിവള്ളി അവരല്ല. പക്ഷേ നമുക്ക് ഇന്ത്യക്കാർക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള പിടിവള്ളിയൊന്നുമില്ല. അതുകൊണ്ടാണ് എല്ലാവരും കിടന്ന് നമ്മുടെ ഈ മലയാളം ചാനലിലൊക്കെ കിടന്ന് തള്ളി മറിക്കുന്നതാണ്. എന്തുകൊണ്ട് പ്രതികരിച്ചുകൂടാ, നരേന്ദ്രമോദി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സാധനം വല്ലതും വേണം. ചുമ്മാ എടുത്തിട്ട് പ്രതികരിക്കാൻ പറ്റത്തില്ല. ഇല്ലെന്നല്ല, നമുക്ക് പക്ഷേങ്കിൽ ഇത്രയും വലിയൊരു രാജ്യത്ത് 10, 30, 35 ട്രില്യൺ GDP ഉള്ള ഒരു രാജ്യത്തോടെ നമ്മൾ വെറും 4 ട്രില്യൺ GDP മാത്രമുള്ളൊരു രാജ്യത്തിന് എത്രത്തോളം ഏറ്റുമുട്ടാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അത് മനസ്സിലാകും. ചിലപ്പോൾ ഏറെക്കുറെ പുതുതായിട്ടുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിലും ഏറെക്കുറെ നമ്മളിതിനെപ്പറ്റി പഠിക്കും മനസ്സിലാവും. നമുക്ക് ഒരു പരിമിതിയുണ്ട്. മനസ്സിലായില്ലേ? എത്രയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊരു വികസിത രാജ്യമല്ല, നമ്മളൊരു വികസ്വര രാജ്യമാണ്. എങ്കിൽ തന്നെയും നമ്മൾ വളർന്നു വരുന്ന രാജ്യമാണ്, ശരിയാണ്. പക്ഷേങ്കിൽ നമുക്ക് അമേരിക്കയോടൊക്കെ ഏറ്റുമുട്ടാൻ നമുക്കൊരു പരിമിതിയുണ്ട്. അപ്പം ഇത് ഒരു ഡിപ്ലോമാറ്റിക് തലത്തിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതലും ഇതിന് ശ്രമം ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ നിലവിൽ നമുക്ക് യാതൊരു പോസിറ്റീവ് ന്യൂസും ഇല്ല.
മനസ്സിലായില്ലേ? നിലവിൽ നമുക്ക് ഒരു പോസിറ്റീവ് എന്ന് ആഗ്രഹിക്കത്തക്ക രീതിയിലുള്ള ഒരു സംഗതിയും മാർക്കറ്റിലില്ല. അപ്പം ഇന്നലെ എന്തുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ബുള്ളിഷ് റാലി നടന്നു? അതൊരു ടെമ്പററിയാണ്. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിനെ മനഃപൂർവ്വം അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും സംഭവമാണ് എന്ന് വരുത്തി തീർക്കത്തക്ക രീതിയിലുള്ള ഒരു സെറ്റപ്പ് മാർക്കറ്റിൽ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ താൽക്കാലികമായി മാർക്കറ്റിനെ ഉയർത്തി നിർത്തി 200 പോയിൻ്റ് ഞങ്ങൾ കയറി ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങൾ നിൽക്കുന്നു എന്നൊരു ധാരണ വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം കഴിഞ്ഞ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതേ ഒരു സെയിം സിനാരിയോ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. നേരത്തെ ഇതുപോലെ തന്നെ ഒരു സംഗതി ഉണ്ടായി, ഈ സിനാരിയോ ഇല്ലേ, ഈ സിനാരിയോ ഉണ്ടായി. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും എവിടെയാണോ ഓപ്പൺ ചെയ്തത് ആ ഏരിയ തന്നെ വന്നത്. ഇതേ സെയിം സിനാരിയോ ആണ് ഇവിടെയും സംഭവിച്ചത്. മാർക്കറ്റ് ഇതുപോലെ തന്നെ ഒരു വലിയ റാലി നടത്തിയതിന് ശേഷം ഏറെക്കുറെ അടുത്തടുപ്പിച്ച് തന്നെ മാർക്കറ്റ് 24,500 താഴെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. 24,500 എന്ന് പറയുന്നൊരു മേജർ സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ്. അപ്പോൾ നമുക്കിനി ഇന്ന് നമുക്ക് ഡേ ക്യാൻഡിലോട്ടൊന്ന് പോകാം. ഇന്ന് നമുക്ക് ഡേ ക്യാൻഡിലോട്ടൊന്ന് പോയി നോക്കുമ്പം നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ കണ്ടാൽ മനസ്സിലാകും. നമുക്ക് ഡേ ക്യാൻഡിൽ ജസ്റ്റ് ക്യാൻഡിൽ നിന്ന് മറിക്കാം. ഇത് നോക്കിക്കേ, ഇന്നലത്തെ ക്യാൻഡിലാണ് ഈ ബുള്ളിഷ് ക്യാൻഡിൽ. ഇപ്പം ഞാൻ ഇന്നലെ ഈ ഡേ ക്യാൻഡിൽ സെറ്റപ്പ് എടുത്ത് നിങ്ങളോട് പറയുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു ബുള്ളിഷ് സെറ്റപ്പാണ്, മാർക്കറ്റ് മുകളിലോട്ട് പറക്കാനുള്ള സാധ്യത കൂടുതലാണെന്നൊക്കെ ഞാൻ പറയേണ്ടി വരും. പക്ഷേ എനിക്ക് മാനസികമായിട്ടും എൻ്റെ പഠനം വെച്ചും എനിക്ക് പറയാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. ആ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് പറയാഞ്ഞത്. മനസ്സിലായി പറഞ്ഞേ? പക്ഷേ ഇന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഇന്ന് പറയാൻ കാരണമുണ്ട്. ഓക്കെ, ഇതൊരു ബുള്ളിഷ് വേണമെങ്കിൽ എൻഗൾഫിങ് അല്ലെങ്കിൽ ഒരു എൻഗൾഫിങ് ഒക്കെയാണ്, അതുകൊണ്ട് മാർക്കറ്റ് പറക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേങ്കിൽ ഒരു കാരണവശാലും നമുക്ക് അങ്ങനെ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കത്തക്ക രീതിയിലുള്ള ന്യൂസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റകളോ നമ്മുടെ മുന്നിലില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാതെ ചുമ്മാതെ മാർക്കറ്റിനെ മുന്നോട്ട് നീക്കാൻ പറ്റും. എത്ര നാളെ DIS ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും? ഇപ്പോഴും സ്റ്റിൽ നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം, FIS ഇപ്പോഴും 92% ഷോർട്ട് പൊസിഷനാണ് ഇൻഡെക്സിൽ, ഫ്യൂച്ചേഴ്സിൽ 92% ഷോർട്ട് പൊസിഷനാണ്. അവരെന്തുകൊണ്ടാണ് ഷോർട്ട് പൊസിഷൻ? അവർ എക്സിറ്റ് ആകാത്തതിന് കാരണം എന്താണ്? മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരാനുള്ളൊരു സാധ്യത ആണ് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നലെയും FIS സെൽ പൊസിഷനിലായിരുന്നു. ക്യാഷ് മാർക്കറ്റിൽ അവർ സെല്ലാണ് നടത്തിയത്. അപ്പം ഇന്ന് നമ്മൾ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റിനെ ഇന്ന് ഒന്ന് കുറച്ച് മുകളിലോട്ട് കയറ്റിക്കൊണ്ട് പോയി. പക്ഷേ ഇന്ന് ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബെയറിഷ് സെറ്റപ്പാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഓക്കെ, ഇന്നലത്തെ ബുള്ളിഷ് സെറ്റപ്പ് ഞാൻ മിണ്ടിയില്ല. പക്ഷേങ്കിൽ ഇന്നത്തെ ബെയറിഷ് സെറ്റപ്പ് എനിക്ക് പറഞ്ഞേ നോക്കത്തുള്ളൂ. കാരണം ഇത് നല്ലൊരു റിജക്ഷനാണ്. മനസ്സിലല്ലേ? മാർക്കറ്റിനെ ഇത്രയും മുകളിലോട്ട് കൊണ്ടുപോയെങ്കിലും, ഒരു 100 പോയിൻറ്റിന് മുകളിൽ മാർക്കറ്റിനെ കൊണ്ടുപോയെങ്കിലും, 100 ഏകദേശം 200 പോയിൻറ്റിനടുത്ത് മാർക്കറ്റിനെ കൊണ്ടുപോയെങ്കിലും മാർക്കറ്റ് തിരിച്ച് എന്ത് ചെയ്തു? ഒരു സ്ട്രോങ് റിജക്ഷനോടുകൂടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു മാത്രമല്ല, നമ്മുടെ മേജർ 24,500 എന്ന് പറയുന്ന സപ്പോർട്ട് പൊട്ടിച്ച് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നാളെ 24, അപ്പോൾ ഇത്രയും പറഞ്ഞല്ലോ. നമുക്കിനി 5 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോവാം. 5 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലാക്കേണ്ട കാര്യം 24,500 ഈ പച്ച ലൈൻ 24,500 താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഈ നാളെ 24,500 താഴെ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയും 24,452 ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയും ചെയ്താൽ, 452 താഴെ ഒരു 15 മിനിറ്റ് നേരം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് 24,343 അതിന് താഴോട്ടൊക്കെ നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, അല്ല ഒരു ബുള്ളിഷ് സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ 24,500 മുകളിൽ നിലനിൽക്കണം. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, 24,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മാർക്കറ്റിന് മുന്നോട്ട് ഉള്ളൊരു സാധ്യത നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസുകൾ വരണം. അതുപോലെ തന്നെ ഫാർമയ്ക്കെതിരെയുള്ള താരിഫ് ഏത് നിമിഷവും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നിലവിൽ മാർക്കറ്റിലുള്ള കാര്യങ്ങൾ. അപ്പം നാളെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ ഈ ലെവലുകൾ ശ്രദ്ധിക്കുക. 24,500 വെരി ക്രൂഷ്യലാണ്. ആ 24,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് ടെമ്പററി ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അതിന് കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, 24,500 താഴെയാണ് ഓപ്പണിംഗ് എന്നെങ്കിൽ 24,452 അതിന് താഴെ സസ്റ്റെയിൻ 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് താഴോട്ട് പോകാനുള്ള സെറ്റപ്പ് മാർക്കറ്റിൽ ഉണ്ടാകും. അപ്പോൾ ഇത്രയാണ് നിലവിൽ നമുക്ക് പറയാനുള്ളത്. ബാങ്ക് നിഫ്റ്റി ഇന്ന് വളരെ ബെയറിഷ് ആയിരുന്നു.
ബാങ്ക് നിഫ്റ്റിയെ പറ്റി 2 വാക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് അറിയാമോ, നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്തു. പക്ഷേ ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്നലെ മാർക്കറ്റ് ടെമ്പററി ആയിട്ടെങ്കിലും HDFC ICICI വെച്ചാണ് മാനിപ്പുലേറ്റ് ചെയ്തത്. ഓക്കെ, HDFC ഇന്നലെ എന്താ സംഭവിച്ചത്, 20 പോയിൻറ്റോളം HDFC മോളോട്ട് കയറി. ICICI പോസിറ്റീവ് ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ ICICIക്കെതിരെ നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു, മറ്റേ ആവറേജ് മിനിമം ബാലൻസിൻ്റെ പ്രശ്നം. അപ്പോൾ അതൊരു പ്രശ്നമില്ലാതെ വരുത്തി തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം ICICI ഫ്ലാറ്റായിട്ട് നിലനിർത്തി. 13 പോയിൻ്റൊക്കെ ഡൗൺ പോയെങ്കിൽ അതിനെ ക്ലോസിങ് ഫ്ലാറ്റായിട്ടാണ് കൊടുത്തു. പക്ഷേ ഇന്ന് അതിൻ്റെ പ്രതിഫലനം നമ്മൾ ബാങ്കിങ് സെക്ടറിൽ കണ്ടു. HDFC ICICI കോട്ടക് ഓക്കെ എല്ലാവരും നല്ല രീതിയിൽ 1% മുകളിൽ എല്ലാവരും നെഗറ്റീവ് സെറ്റപ്പായിരുന്നു. ഓക്കെ, അപ്പം ടെമ്പററി ആയിട്ട് 1 ദിവസം 2 ദിവസം വേണമെങ്കിൽ മാർക്കറ്റിനെ താങ്ങി നിർത്താൻ പറ്റും. പക്ഷേ എന്നും നമുക്ക് മാർക്കറ്റിനെ താങ്ങി നിർത്താൻ പറ്റത്തില്ല. അവിടെ പല മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? പല മാനദണ്ഡങ്ങൾ പാലിച്ച് മാർക്കറ്റിനെ ഒരാൾ വിചാരിക്കുന്ന രീതിയിലേക്ക് തന്നെ കുറേ ദിവസങ്ങൾ 1-2 ദിവസം ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയായിരിക്കും. പക്ഷേ എല്ലാ ദിവസവും എല്ലായ്പ്പോഴും എല്ലാവരെയും പറ്റിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സും നിങ്ങൾ ക്ലിയറായിട്ട് വാച്ച് ചെയ്യുക. മാർക്കറ്റിൻ്റെ ന്യൂസിനെ നിങ്ങൾ ക്ലിയറായിട്ട് കളക്ട് ചെയ്തിട്ട് അതിനെ വിശകലനം ചെയ്ത് നിങ്ങൾ പഠിക്കാനൊക്കെ ശ്രമിക്കുക. അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാലും മിഡ് ക്യാപ്പിലും ഈ പറയുന്ന പോലെ തന്നെ ഒരു 62 പോയിൻറ്റ് ഡൗൺ ആയിരുന്നു മിഡ് ക്യാപ്പിനകത്തിൽ. ഒരു മിനിറ്റ്, നിഫ്റ്റി മിഡ് ക്യാപ്പ്. ഓക്കെ, മിഡ് ക്യാപ്പിനകത്തിൽ നമ്മുടെ ലെവലിൽ നമ്മൾ ഓസിലേറ്റീവ് വരുന്നതിനകത്തില്ലേ, ഇതുപോലെ തന്നെ 12,575 ബ്രേക്ക് ചെയ്ത് താഴെ നിൽക്കുകയാണ്. അപ്പം അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യും. നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കൃത്യമായി എൻട്രി പോയിൻ്റ് കണ്ടെത്തി നിങ്ങൾ എൻട്രി എടുക്കുക. നിങ്ങളുടെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ധാരാളം പേര് മെസ്സേജൊക്കെ അയച്ചു. ശരിയാണ്, എല്ലാവരും സന്തോഷം. എല്ലാവരുടെ സ്ക്രീൻഷോട്ടൊക്കെ കാണുമ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേങ്കിൽ ഈ കൺസിസ്റ്റൻസി ഈ കൃത്യമായി പോകുന്ന എന്നും നമുക്ക് അതേ ലാഭമെങ്കിൽ ലാഭം, നഷ്ടമെങ്കിൽ നഷ്ടം, പക്ഷേങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി വേണം. മനസ്സിലായില്ലേ? ഒരു ദിവസം 2000 ലാഭം, പിറ്റേ ദിവസം 5000 നഷ്ടം, ആ രീതിയല്ല. നിങ്ങൾക്ക് നഷ്ടമാണെങ്കിൽ ആ നഷ്ടം നിങ്ങളുടെ ലിമിറ്റഡ് ലോസ് ആയിരിക്കണം. മനസ്സിലായില്ലേ? ലാഭമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വിചാരിച്ച ടാർഗറ്റ്, അതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ട് വേണേൽ പോയിക്കോട്ടെ, നമുക്ക് വിഷയമില്ല. അപ്പോൾ നമ്മൾ ആ കൺസിസ്റ്റൻസി, മനസ്സിലായില്ലേ, ആ ഒരു സ്ഥിരത നമ്മളെപ്പോഴും നമ്മുടെ ട്രേഡിംഗ് ലൈഫിൽ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുക. ഓക്കെ, അപ്പം നാളെയൊക്കെ ഞാൻ നാളെ ഭയങ്കര തിരക്കുള്ള ദിവസമായിരിക്കും, എങ്കിലും ഞാൻ ഇടയ്ക്ക് വരാൻ ശ്രമിക്കാം. അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.